in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 14 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 118 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്നുള്ളതാണ്. ഈ അത്ഭുതം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ചിലവരെന്നെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയവരാണ്. ഇനി എങ്ങനെയെന്നുള്ള ചോദ്യത്തിലാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത്. എല്ലാ വഴിയും അടഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകുന്നു, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. എന്നെ കേൾക്കുന്നവരെ, ഇത് ദൈവമുണ്ടാക്കിയ ദിവസമാണെങ്കിൽ വിശ്വസിക്കുക, നിന്റെ വിലാപം നൃത്തമാകാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞു എന്ന് പറയുന്നതിന് മുമ്പിൽ വലിയ വാതിൽ നീ തുറക്കുന്നത് കാണാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വീണ്ടും വിളിച്ചു പറയുന്നു, ഇന്നലത്തെ അനുഭവമല്ല, ഇന്ന് ദൈവത്താൽ ചിലത് നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അടുത്ത ചില മണിക്കൂറിനുള്ളിൽ നിനക്ക് വേണ്ടി ഒരു ഗുഡ് ന്യൂസ് വെളിപ്പെടുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നീണ്ട നാളുകൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച, നീണ്ട നാളുകളായി ഒരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച, നീണ്ട നാളുകളായി കുടുംബ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിച്ച, ആ പട്ടണത്തിൽ ഒന്നും ഗതി പിടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നവർ ഗുഡ് ന്യൂസിലേക്ക് തിരിയാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ദിവസം ദൈവം ഉണ്ടാക്കിയതാണ്. ഈ ദിവസം നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പലവരും ജീവിക്കുന്നത് ഇന്നലകളിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഭയം വരുന്നത് ഇന്നലകളിൽ സംഭവിച്ചത് കാണുമ്പോഴാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്നലെ വന്ന ആ കടബാധ്യത, ഇന്നലെ വന്ന ആ രോഗം, ഇന്നലെ വന്ന ആ പ്രതികൂലങ്ങൾ വീണ്ടും വരുമോ എന്നുള്ള ഭയം, ഹല്ലേലൂയ, അതിൻ്റെ സൈനുകൾ വെളിപ്പെടുമ്പോഴേ നമ്മൾ പറയുമോ ആ രോഗമാണോ, ആ പ്രശ്നമാണോ. ഈ അയ്യോ വിളികളും ഇന്നലത്തെ അനുഭവങ്ങളും നമ്മെ ഭയത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ ആകുലത നാളത്തെക്കുറിച്ചുള്ള വിചാരമാണ്. ഹല്ലേലൂയ. ആ സാമ്പത്തികം എങ്ങനെ വരും, ആ ലോൺ അടയ്ക്കാൻ പറ്റുമോ, എൻ്റെ തലമുറയ്ക്ക് ആ അഡ്മിഷൻ ലഭിക്കുമോ, എൻ്റെ ജീവിതത്തിനകത്ത് ആ വാതിൽ തുറക്കുമോ, എനിക്ക് ആ ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന് ആകുലതകൾ നമ്മെ ഭരിക്കുമ്പോൾ നമ്മൾ നാളുകളിലാണ് നിൽക്കുന്നത്. പക്ഷെ വചനം പഠിപ്പിക്കുന്നു, നാം ഇന്ന് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒന്നുകൂടെ ഒരു വചനത്തിൻ്റെ ആഴം പറയുകയാണ്, മുമ്പുള്ള വേദങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ള വേദങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവിന് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പറ്റും. ദൈവത്തിന് ഒരാളെ അനുഗ്രഹിക്കാൻ, ദൈവത്തിന് ഒരാളെ വഴിയെ തിരിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ, ഇതാ നിനക്ക് വേണ്ടി ഒരു കാറ്റിനെ അയച്ച് അവർ വഴി തുറക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഒരാളെ അയച്ച് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദീർഘനാളുകൾ മുട്ടിക്കൊണ്ടിരുന്ന ആരുടെയോ വാതിൽ ഇതാ തുറന്നു വരാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവം
ഇന്നത്തതിൻ്റെ ദൈവമാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്നുള്ള ആഹാരം തരുന്നവനാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയാണ്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇന്നൊരു വലിയ അത്ഭുതം കാണും. നിങ്ങൾ തീയുടെ ബലത്തെ കെടുത്താൻ പോവുകയാണ്. നിങ്ങൾ സിംഹത്തിൻ്റെ വായടയ്ക്കാൻ പോവുകയാണ്. വിശ്വാസത്തിന് വർധനമുണ്ടെങ്കിൽ, ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് കാര്യം തിരിയുന്നത് നീ കാണാൻ പറ്റും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതാ അബ്രഹാമിൻ്റെ ദാസനായ എലിയാസർ പറയുകയാണ്, യഹോവേ ഇന്ന് തന്നെ എനിക്ക് കാര്യം സാധിപ്പിക്കണം. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ബലത്തോടെ പ്രാർത്ഥിക്കുക. നീണ്ട നാളുകൾ തുറക്കാത്തത് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ആത്മാവിൽ അങ്ങനെ ആ എരിവോടെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. ദാവീദ് പറയുന്ന ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ നിങ്ങളുടെ മലയെ നീക്കുന്നതാണ്. നിങ്ങൾ വിശ്വാസം പറയാമെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ പോകുകയാണ്. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാൻ പോകുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രയേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഇതാ ബാലനായ ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ ബലത്തോട് പറയാണ്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എത്ര വലിയ എതിരുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസം പറയണം. വിശ്വാസമാണ് ഗോലിയാത്തിനെ വീഴ്ത്തുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. ദാവീദ് ചെല്ലുന്നത് കല്ലും കവണയുമായിട്ടാണ്. അവൻ്റെ കയ്യിൽ വാളില്ല. പക്ഷേ ദാവീദ് പറയുന്നതെന്നറിയാം, നിന്റെ തല ഇന്ന് ഞാൻ ഛേദിച്ച് കളയുന്നുള്ളത്, നിന്റെ തല ഞാൻ ഇന്ന് വെട്ടിക്കളയുന്നുള്ളതാണ്. വാളില്ലാത്തവൻ വിശ്വാസത്താൽ അവൻ്റെ തലയെ വെട്ടാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്ക് വലുതാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നീ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, സാഹചര്യത്തിനകത്ത് നമ്മൾ നോക്കിയാൽ ഒത്തിരി പ്രതികൂലങ്ങൾ കാണാൻ പറ്റും. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ശിഷ്യന്മാർ ആ കാറ്റിനകത്തും ആ തിരമാലയ്ക്കകത്തും ഒരു നിലവിളിച്ച് പറയാണ്, ഞങ്ങൾ മരിക്കാൻ പോയി, ഞങ്ങൾ തീരാൻ പോയി. അടുത്ത മിനിറ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ആ മുക്കു എന്ന് പറയുന്ന തിരമാലയുടെ മുകളിലൂടെ യേശു നടന്നു വരുന്നത് കാണാൻ പറ്റും. അവനിൽ വിശ്വസിക്കുന്നവർ, നിങ്ങൾ വിളിച്ചു പറഞ്ഞോ, നിങ്ങളെ മുക്കു എന്ന് പറഞ്ഞ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ നിങ്ങൾ ഈ മണിക്കൂർ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, മുമ്പിലും പിമ്പിലും വഴിയടഞ്ഞ് ഇനി വാതിലില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഇതാ മോശ പറയുകയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞോ, ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നേരിട്ടിറങ്ങാൻ പോവുകയാണ്. നിൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഉറവ നിൻ്റെ മുമ്പിൽ ഈ മിനിറ്റിൽ തുറന്നു വരാൻ പോകുന്നു. കണ്ണുകൊണ്ടൊന്ന് അടച്ചേ. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനും പ്രാർത്ഥിച്ചോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഇന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ഇന്നൊരു അത്ഭുതം, നീണ്ട നാളുകളായി മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാതിൽ ഇന്ന് ദൈവം തുറക്കാൻ പോകുന്നു. ദൈവം അധികാരിയുടെ ഹൃദയത്തെ തിരിക്കുന്നതിനായി അത്ഭുതം ഞങ്ങൾ കാണാൻ പോകുന്നതിനായി നന്ദി കർത്താവെ. ജോലി ലഭിച്ചതിനായി നന്ദി, ആ തലമുറ ലഭിച്ചതിനായി നന്ദി കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അഡ്മിഷൻ ലഭിച്ചതിനായി നന്ദി കർത്താവെ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കുടുംബജീവിതം ഇന്നൊരു അത്ഭുതം കാണുന്നതിനായി നന്ദി കർത്താവെ. നീണ്ട നാളുകളായി ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വിവാഹത്തിൻ്റെ വാതിൽ തുറന്നതിനായി നന്ദി. ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്നൊരു അത്ഭുതം ഈ മക്കളുടെ മേളിൽ അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. എൻ്റെ ദൈവം എന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അതേപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരാൾക്കും കൂടെ ഈ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അങ്ങനെ ഈ മിനിസ്ട്രിക്ക് നിങ്ങളൊരു സഹായമായി തീരുകയാണ്. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ഉറപ്പായും കടന്നു വരണം. ഒരു വലിയ വിടുതൽ നിങ്ങൾ കാണും. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.